Good afternoon. Good afternoon, ma'am. 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 കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടാവും. വായിച്ചു നോക്കിയേ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങള്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊന്ന് വായിച്ചു നോക്കട്ടാ. I see you. Chapter I see ട്ടാ. ആരെയാണ് നമ്മുടെ ICU ഇൻചാർജർ എന്ന് പറയുന്നത്? ആരെയായിരിക്കും ICU ഇൻചാർജർ എന്ന് പറയുന്നത്? ആരെയാണ്? മൊഡ്യൂൾ 1 ആണ് മോളെ. ICU മൊഡ്യൂൾ 1. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് റേഡിയോളജി ആണ്. അത് മൊഡ്യൂൾ 2 ആണ് കേട്ടോ. ICUലെ ഇൻചാർജറിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? Intensive. ഇന്റൻസീവിസ്റ്റ് അല്ലെ. ഇന്റൻസീവിസ്റ്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? ആരെങ്കിലും ഒരാൾ പറയാമോ? ഇന്റൻസീവിസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പറഞ്ഞു നോക്കിയേ. സബിത അജിത് ഒന്ന് പറഞ്ഞേ. ഇന്റൻസീവിസ്റ്റിന്റെ ICUല് നോർമലി ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കില്ല, അവര് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ് ആയിരിക്കും ICUല് കിടക്കുന്നത്. വിസിറ്റേഴ്സിന് അലൗഡ് ആയിരിക്കില്ല. പിന്നെ എന്തെങ്കിലും അവര് വിസിറ്റേഴ്സിന് ഇതാക്കണമെങ്കിൽ അവര് കോൾ ചെയ്യും, അവര് വിളിക്കും കാണുന്ന സമയമാകുമ്പോ. പിന്നെ ICU ഇൻചാർജറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഈ ഭാഗം ഞാൻ എടുത്തിട്ടില്ല. ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി അല്ലേ മോള് പറഞ്ഞത്? എടുക്കാൻ പോകുന്നുള്ളൂ. ഞാൻ ചോദിച്ചത് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ICU ഇൻചാർജ്. ICU കിടക്കുന്ന കിട്ടണില്ലേ ഉണ്ടായിരുന്നില്ലേ ക്ലാസ് എടുത്തപ്പോ? ഉണ്ടായിരുന്നില്ലെന്നോ? He is representative for unit in administrative. അതായത് എല്ലാത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കണം. പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ, അതായത് തുടർച്ചയായ ഒരു ക്ലിനിക്കൽ കെയർ കൊടുക്കാൻ പറ്റണം. Arrange teaching and supervision of junior staff who needed comprehensive instructions, not only regarding patients care but also for use of unfamiliar equipment. അതായത് അറിയാത്ത ഉപകരണങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം.
അതായത് പുതിയ സ്റ്റാഫിന് ജൂനിയർ സ്റ്റാഫ് ആയിട്ടൊക്കെ വരുന്നവർക്ക് ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിങ് ആൻഡ് സർവീസിങ് ഓഫ് ICU എക്യുപ്മെന്റ്. അതായത് ICU എക്യുപ്മെന്റുകളുടെ പർച്ചേസിങ്ങും അതായത് സർവീസിങ്ങും ഒക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി ഈ ICU ഇന്റൻസീവിസ്റ്റിനാണ്. ഷുഡ് ഇനീഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. Should initiate research and be recognized as authority. Should review all treatment regimen with the staff. അതായത് എല്ലാ കാര്യങ്ങളും സ്റ്റാഫുകളുമായി അവലോകനം നടത്തണം. ഓക്കെ മാം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ICU ഇൻചാർജർ വരുന്നത് കേട്ടോ. ICU ഇൻചാർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റൻസിവിസ്റ്റിനെയാണ് പറയുന്നത് ICU ഇൻചാർജർ എന്ന്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരുകയാണ് കേട്ടോ. ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് മ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പോർഷൻ ആണ് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ICU സെക്രട്ടറി എന്ന് പറയുന്ന ആരായിരിക്കും? ICU വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അല്ലെ, ഒരാളായിരിക്കും ICU സെക്രട്ടറി എന്ന് പറയുന്നത്. അതോടൊപ്പം അയാൾ എന്താണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അപ്പോ ഇതിലില്ലാത്ത കാര്യമാണ് മിസ് എക്സ്ട്രാ പറയുന്നതാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ICU സെക്രട്ടറി എന്ന് പറഞ്ഞാല് ICU വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് അദ്ദേഹം ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ICUലേക്ക് എടുക്കുന്ന പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആരെയാണ്? ഒരാളെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ICU സെക്രട്ടറി എന്ന് പറഞ്ഞാല് ICUയിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് അദ്ദേഹം അല്ലെ. ICUയിലെ എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, കാര്യനിർവഹണം അല്ലെ, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളാണ് ICU സെക്രട്ടറി എന്ന് പറഞ്ഞാല്. അദ്ദേഹം ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അവിടെ കിടക്കുന്ന പേഷ്യന്റിനെ, അതുപോലെ മെഡിക്കൽ സ്റ്റാഫിനെ, അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ICU സെക്രട്ടറി എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. എ യൂണിറ്റ് സെക്രട്ടറി in the unit is normally the first person whom family members and visitors meet when come to the ICU. എന്ന് പറയുന്നത് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഉണ്ടാവും അല്ലെ, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, അതുപോലെ അവിടെ ഓരോ വിസിറ്റേഴ്സും വരും അല്ലെ. അപ്പൊ അവരെയൊക്കെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കും? ICU സെക്രട്ടറി ആയിരിക്കാം. അപ്പൊ ICU സെക്രട്ടറി എന്ന് പറയുന്നത് അവിടേക്ക് എടുക്കുന്ന പേഷ്യന്റിനെ, ഫാമിലി മെമ്പേഴ്സിനെയും, വിസിറ്റേഴ്സ് വരും അല്ലെ, ഒരേ ആൾക്കാർ വരും, വിസിറ്റേഴ്സ് വരും. അപ്പൊ അവരെയൊക്കെ മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കാം? ICU സെക്രട്ടറി ആണ്. ഈ സെക്കൻഡ് നോക്കാം. അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജ് പ്രോപ്പർലി. കോൾ അറ്റൻഡ് ചെയ്യുകയും കറക്റ്റ് ആയിട്ട് മെസ്സേജ് പ്രോപ്പർ ആയിട്ട് പാസ് ചെയ്യുന്ന ഒരാളായിരിക്കാം എന്ത്? ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. അപ്പൊ ICU സെക്രട്ടറിയുടെ അടുത്ത ഡ്യൂട്ടിയാണ് കോൾ അറ്റൻഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് മെസ്സേജ് പാസ് ചെയ്യുകയും വേണം. ഇനി തേർഡ് ഡ്യൂട്ടി നോക്കാം. അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമൈൻ വാട്ട് ഈസ് ദ ക്ലയന്റ്സ് റിക്വയർ. എന്താ പറയുന്നത്? ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഗ്രീറ്റിംഗ് മീൻസ് വെരി ഗുഡ്, വെൽക്കം ചെയ്യുക അല്ലെ. അവിടേക്ക് എന്താണ്? ICUയിലേക്ക് പേഷ്യൻസിനെ വെൽക്കം ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന്, അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് നിർവഹിച്ചു കൊടുക്കുന്ന ഒരാളും കൂടി ആയിരിക്കണം ആര്? ICU സെക്രട്ടറി എന്ന് പറഞ്ഞാല്. എന്താ പറയുന്നത്? നെക്സ്റ്റ് നോക്കാം. The secretary is liable to answer basic questions and provide general information such as the visiting hours for the ICU. എന്താ പറയുന്നത്? ലൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈബിൾ എന്തായിരിക്കാം? ലൈബിൾ മീൻസ്
ബാധ്യത. ഓക്കെ, വെരി ഗുഡ്. ബാധ്യത ട്ടോ. അപ്പൊ എന്താണ് അവിടെ അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുകയും അതുപോലെ എന്താണ് ജനറൽ ഇൻഫർമേഷൻസ്, മറ്റൊരാൾക്ക് ജനറൽ ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ വിസിറ്റേഴ്സ് ടൈം ഉണ്ടാവുമല്ലോ, വിസിറ്റ് മറ്റ് അവിടെ കിടക്കുന്ന പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുന്ന ഓരോ അവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ആരായിരിക്കും? ഈ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. എന്താ പറയുന്നത്? ലൈബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധ്യത. അപ്പൊ എന്താണ് അവരുടെ സംശയങ്ങൾക്ക് അല്ലെ ചിലപ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആൻസർ കൊടുക്കണം. അതുപോലെ എന്താണ് ജനറൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വിസിറ്റേഴ്സ് ടൈം എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചുമതല ICU സെക്രട്ടറിയുടേതാണ്. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് cannot provide information concerning the medical status of a patient, it is the secretary who help the point customers in the right direction and refers them into other staff members if needed. എന്ന് പറയുന്നത് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ കാര്യങ്ങൾ, അവരുടെ ഹെൽത്തിങ് കണ്ടീഷൻസ് ഒക്കെ അറിയാനായിട്ട് ബെറ്റർ ആവുന്നുണ്ടോ, എന്തെങ്കിലും എന്താ പറയാ നല്ല രീതിയിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ. അപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫിൽ നിന്ന് ഇങ്ങനെയുള്ള വിവരങ്ങള് ലഭിച്ചില്ലെങ്കിൽ, ഫാമിലി മെമ്പേഴ്സിന് ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്, അവിടെ കിടക്കുന്ന പേഷ്യൻസിന്റെ നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥൻ ആരായിരിക്കണം? ICU സെക്രട്ടറി ആയിരിക്കണം. ക്ലിയർ ആയോ ആ പോയിന്റ്? അവിടെ കിടക്കുന്ന പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, അങ്ങനെയുള്ള അവരൊക്കെ എന്താണ്ടാവും? പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ഇൻഫർമേഷൻസ് എന്താ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫിൽ നിന്ന് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചില്ലെങ്കിൽ ICU സെക്രട്ടറിക്ക് ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി എന്താ? പെർഫോം ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ക്ലറിക്കൽ വർക്കുകൾ അല്ലെ. ക്ലറിക്കൽ വർക്ക് ചെയ്യേണ്ടതും അതുപോലെ എന്താണ് ബെഡിന്റെ സ്റ്റാറ്റസ് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്ത് വെക്കേണ്ടതും ആരാണ്? ഈ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ലാസ്റ്റ് വൺ നോക്കാം. വർക്ക് വിത്ത് അതർ
നെറ്റ് കംപ്ലൈന്റ് അതാണ് മക്കളെ. ഓക്കെ, നമ്മളിത് ഫുള്ളും പറഞ്ഞില്ലേ? ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി വായിച്ചു നോക്കിയാ നിങ്ങള്? 6th പോയിന്റ്. 6th പോയിന്റ് എന്താണ്? പെർഫോം ക്ലറിക്കൽ ടാസ്ക് അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. എന്താ പറയുന്നത്? ക്ലറിക്കൽ വർക്കുകൾ ചെയ്യാൻ, ക്ലറിക്കൽ ആയിട്ടുള്ള എന്താ ബില്ലിങ്, പേയ്മെന്റ് നടത്താം, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെന്താണ്? ബെഡിന്റെ സ്റ്റാറ്റസ് അല്ലെ, എത്ര ബെഡ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങള്. ഇനി വേണോ ബെഡ് വേണോ, അങ്ങനെയുള്ള ICU ആകുമ്പോൾ എന്താണ്, പേഷ്യൻസിനൊക്കെ എടുക്കാനായിട്ട് ബെഡ് വേണം അല്ലെ. അപ്പൊ ബെഡിന്റെ സ്റ്റാറ്റസുകൾ കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്? മെയിൻറ്റെയിൻ ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യൻസ് റെക്കോർഡ് അല്ലെ. ഓരോ പേഷ്യന്റിനും റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെന്താണ്? അത് ഓർഗനൈസ് ചെയ്യണം, പേഷ്യന്റിന്റെ റെക്കോർഡുകൾ ഓർഗനൈസ് ചെയ്യാം. പിന്നെന്താണ്? വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ടു കോർഡിനേറ്റ് കെയർ സർവീസ്. അതർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് കെയർ സർവീസ് ഏകോപിപ്പിക്കുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക. നോട്ട് കാണുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയപ്പോ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2-ലെ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. തേർഡ് എന്താ പറയുന്നത്? പേഷ്യൻസിനെ ICUലോട്ട് സ്വീകരിക്കുക, വെൽക്കം ചെയ്യുക. ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെൽക്കം ചെയ്യുക. അതുപോലെ എന്താണ്? അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അല്ലെ, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് സെൻസ് ചെയ്തിട്ട് അല്ലെ, മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഡൗട്ട് ഉണ്ടോ? റേഡിയോളജി ആൻഡ് ഇതില് റേഡിയോളജി 6th ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങളുടെ ഇതിൽ ചിലപ്പോ ചാപ്റ്ററിന് നമ്പർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ICU സെക്രട്ടറി ആരാന്ന് പറയണോ? ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ICU വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അദ്ദേഹം എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അദ്ദേഹം ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അവിടെ കിടക്കുന്ന പേഷ്യൻസിനെയും മെഡിക്കൽ സ്റ്റാഫിനെയും അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെയും ഹെൽപ്പ് എന്താ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? 5th പോയിന്റ് പറയാം. 5th പോയിന്റ് എന്താണ്? അവിടെ കിടക്കുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഒക്കെ എന്താണ്? അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ, വെയിറ്റിംഗ് റൂമില്. അപ്പോ വെയിറ്റ് ചെയ്യുമ്പോ അവർക്ക് എന്താണ്? പേഷ്യൻസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. കണ്ടീഷൻ എങ്ങനെയുണ്ട്, മോശമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ, ബെറ്റർ ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫിൽ നിന്ന് ആ വിവരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അവരുടെ ആ പേഷ്യൻസിന്റെ കണ്ടീഷന്റെ കാര്യം പറയാനായിട്ടുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ICU സെക്രട്ടറിക്കാണ്. ക്ലിയർ ആയോ? 5th പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. ഈ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം നമുക്ക്. ഇതോടുകൂടി നമ്മുടെ ICU ചാപ്റ്റർ തീരുകയാണ് കേട്ടോ, ഫിനിഷ് ആയി. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് നിങ്ങളുടെ ചാപ്റ്ററിന്റെ ചിലപ്പോ നമ്പർ വ്യത്യാസം ഉണ്ടാവും. നിങ്ങള് ചാപ്റ്ററിന്റെ നെയിം മാത്രം നോക്കിയാൽ മതി കേട്ടോ. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. എന്താണ് റേഡിയോളജി എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്? കേട്ടിട്ടില്ലായോ? എന്താണ് റേഡിയോളജി എന്ന് പറഞ്ഞാല്? എക്സ്റേ എടുക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ക്യാൻസർ റിലേറ്റഡ് എക്സ്റേ എടുക്കുന്നത് അല്ലെ, CT സ്കാൻ, എക്സ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം, ഭൂരിഭാഗം പേർക്ക് അറിയാം എന്താണെന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ നോക്കട്ടോ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ഹോസ്പിറ്റൽ. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ആരുടെ? ഹോസ്പിറ്റലിന്റെ. ഹോസ്പിറ്റലിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്.
Radiology is regarded as a branch of medicine that deals with radiant energy in the diagnosis and treatment of diseases by using imaging technologies. അല്ലെ? അപ്പൊ റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാഖ. മെഡിസിന്റെ ഒരു ശാഖയാണ്, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് എന്ത്? റേഡിയോളജി. അതുപോലെ അതെന്താണ് ഡീൽ ചെയ്യുന്നത്? റേഡിയന്റ് എനർജി ഇൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജീസ്. അല്ലെ? ഇമേജിംഗ് ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഇമേജിംഗ് ടെക്നോളജീസിന്? നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്ത്? എക്സ്റേ, CT സ്കാൻ, അതൊക്കെയാണ് ഇമേജിംഗ് ടെക്നോളജീസ്. അപ്പോ ഇമേജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് രോഗം നിർണയിച്ച് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്ന വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് എന്ത്? റേഡിയോളജി. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. മെഡിക്കൽ ഇമേജിംഗ് ഈസ് എ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, ടിഷ്യൂസ് or organs for use in medical diagnosis, treatment and diseases monitoring. എന്താണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാല്? വിഷ്വലൈസേഷൻ പറഞ്ഞു തരാം കേട്ടോ. ഒന്നുകൂടി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യം കൂടി ഒന്ന് പറഞ്ഞു തരാം. എന്താണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞത്? ഇത് മൊഡ്യൂൾ 2 ആണ് കേട്ടോ മിസ് എടുക്കുന്നത്. ഓക്കെ, മൊഡ്യൂൾ 2-ലെ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃശ്യവൽക്കരണം. ഓക്കെ, കാണാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പോ ദൃശ്യവൽക്കരണമാണ് അല്ലെ? എന്തിന്റെയൊക്കെ ദൃശ്യവൽക്കരണമാണ്? ബോഡി പാർട്സ്, ടിഷ്യൂസ്. എന്താണ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാല്? ടിഷ്യൂസ് എന്താണ്? കോശം അല്ലെങ്കിൽ കല. കേട്ടിട്ടുണ്ടോ കോശം എന്ന്? ഓക്കെ, സെൽസ്. ഇനി എന്താ പറയുന്നത്? ഓർഗൻസ്. ഓർഗൻസ് എന്താണ്? ഓർഗൻസ് അവയവം. ഓക്കെ, യൂസ്ഡ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസസ് മോണിറ്ററിംഗ്. അപ്പോ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത് എന്താണ്? മെഡിക്കൽ ഇമേജിംഗ് ആണ് അല്ലെ? ഇമേജിംഗ് എടുക്കുന്നുണ്ട് അല്ലെ? എന്തിന്റെയൊക്കെ ഇമേജിംഗ് ആണ് എടുക്കുന്നത്? ബോഡി പാർട്സിന്റെ, അതുപോലെ കലകളുടെ, ടിഷ്യൂസിന്റെ, പിന്നെന്താ പറയുന്നത്? അവയവങ്ങളുടെ ഒക്കെ ഒരു ഇമേജ് എടുത്തിട്ട് രോഗം നിർണയിക്കുന്നതിനും ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസീസസ് നിരീക്ഷിക്കുന്നതിനും, രോഗങ്ങള് നിരീക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു വിഷ്വലൈസിങ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിന്റെയൊക്കെ വിഷ്വലൈസിങ് ആണ് ചെയ്യുന്നത്? ബോഡി പാർട്സ്, ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ക്ലിയർ ആയോ? അപ്പോ ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നുകൂടിയും പറയാം മിസ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഹോസ്പിറ്റലിന്റെ ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? പിന്നെന്താ പറയുന്നത്? റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് ദ ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ അല്ലെ? വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് റേഡിയോളജി എന്ന് പറഞ്ഞാല്. എങ്ങനെയാണ്? ഇമേജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെ? എന്തൊക്കെ ടെക്നോളജീസ് ആണ്? CT സ്കാൻ ഉണ്ട്, എക്സ്റേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമേജിംഗ് ടെക്നോളജീസ് എന്ന് പറഞ്ഞാല്. അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇമേജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് രോഗം നിർണയിച്ച് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാല് വിഷ്വലൈസേഷൻ ആണ് അല്ലെ? വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃശ്യവൽക്കരണമാണ്. എന്തിന്റെയൊക്കെ ദൃശ്യവൽക്കരണമാണ്? ബോഡി പാർട്സിന്റെ, അതുപോലെ തന്നെ ടിഷ്യൂസിന്റെ, കലകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്നാണ് ടിഷ്യൂസിനെ പറയുന്നത്. പിന്നെന്താ? ഓർഗൻസിന്റെ അല്ലെ? അവയവങ്ങളുടെ ഒക്കെ ഒരു ദൃശ്യവൽക്കരണമാണ്. അതിന്റെ ദൃശ്യം എന്താണ്? ഇമേജസ് എടുത്തുകൊണ്ട് രോഗം നിർണയിച്ച് ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട്. അതുപോലെ എന്താണ്? ഡിസീസസ് അല്ലെ? രോഗത്തെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന നമ്പർ വ്യത്യാസം ഉണ്ടാവും. അതാണ് മിസ് നമ്പർ പറയാത്തത്. ചാപ്റ്ററിന്റെ നമ്പർ പറയാത്തത് അതാണ്. എന്റെ തന്നിരിക്കുന്നത് ചാപ്റ്റർ 6 ആണ്. ചിലപ്പോ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നമ്പർ നോക്കണ്ട.
ഇതിന്റെ പേര് മാത്രം നോക്കിയാൽ മതി. ചാപ്റ്റർ ഏതാണെന്നുള്ള പേര് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. മൊഡ്യൂള് 2 ആണിത്. ഓക്കെ, വ്യത്യാസമുണ്ടോ? ചാപ്റ്റർ 6 ആണ്. ക്ലിയർ ആയോ? പേജ് നമ്പർ മിസ്സിന്റെ അടുത്തില്ല, അതുകൊണ്ടാണ് മിസ് പറയാതെ കേട്ടോ. പേജ് നമ്പർ ഇല്ല മിസ്സിന്. ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ ഇത്രയും കാര്യം, ഈ പാരഗ്രാഫ് മനസ്സിലായോ? നമ്മുടെ ടൈം പോയത് കൊണ്ടാണ് കേട്ടോ, നെറ്റിന്റെ പ്രോബ്ലം വന്നത് കൊണ്ട് കുറച്ച് ടൈം പോയത് കൊണ്ടാണ് സ്പീഡ് ആക്കിയത് കേട്ടോ മിസ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഇനി എടുത്തോട്ടെ മിസ്, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? ഓക്കെ, ഇനി എന്താണ്? The term imaging composes of the following. എന്താണ്? മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസുകളാണല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ? മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസിന് എക്സാമ്പിൾസ് ഇത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള്? അപ്പോ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI ഉണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് നോക്കാം, എക്സ്റേ. X-ray is a rapid, pain-free procedure that is done to create images of the structures within the body, particularly the bones. എന്താ പറയുന്നത്? X-ray is a rapid. Rapid എന്ന് പറഞ്ഞാൽ എന്താണ്? Rapid. പെട്ടെന്ന്. ഓക്കെ, അപ്പോ എക്സ്റേയില് നിങ്ങൾക്കറിയാൻ പറ്റുമല്ലേ? കൈക്കോ കാലിനോ ഒടിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയുമല്ലേ എക്സ്റേ എടുക്കാനായിട്ട്. എക്സ്റേ എടുക്കാൻ ചെല്ലുമ്പോൾ കുറേയധികം നേരം സ്പെൻഡ് ചെയ്യാറുണ്ട് അവിടെ. എക്സ്റേ എടുക്കുക, ഇറങ്ങുക, റിസൾട്ട് വാങ്ങിച്ച് പോരാല്ലേ വീട്ടിലേക്ക്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും അല്ലെ? അതുകൊണ്ടാണ് ഇപ്പൊ MRI അല്ലെങ്കിൽ CT സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെയാണോ എക്സ്റേ എടുക്കുമ്പോൾ ഉള്ളത്? ആണോ? കുറെ ടൈം പിടിക്കുമോ എക്സ്റേ എടുക്കുമ്പോ? ഇല്ല. അതാണ് പറയുന്നത് എക്സ്റേ ഇസ് എ റാപ്പിഡ് അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. പെയിൻ ഫ്രീ പ്രൊസീജിയർ അല്ലെ? അവര് വേദനിപ്പിച്ചിട്ടാണോ ചെയ്യാറ് നമ്മളെ? അല്ലെങ്കിൽ വല്ല കയ്യിൽ വല്ല മുറിവോ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മുറിവൊക്കെ ഇട്ടിട്ടാണോ അവര് ചെയ്യാറ്? അല്ലെങ്കിൽ വേദന എടുക്കാറുണ്ടോ അത് ചെയ്യുമ്പോ? ചെയ്യാറുണ്ടോ? വേദന എടുക്കാറുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത് പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. അപ്പോ അടിയിൽ വരച്ചു വെക്കാം, പെയിൻ ഫ്രീ പ്രൊസീജിയർ അടിയിൽ വരയ്ക്കാം. That is done to create images of the body structure within the body, peculiarly the bones. എന്താ peculiarly എന്ന് പറഞ്ഞാല്? peculiarly പ്രത്യേകമായി. പ്രത്യേകമായി. peculiarly means especially പ്രത്യേകമായി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ എന്താണ്? പ്രത്യേകമായിട്ട് നമ്മള് ബോൺസിനൊക്കെയാണ് അല്ലെ, എല്ല് പൊട്ടലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റേ എടുക്കുള്ളൂ. ഫ്രാക്ചറോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിലാണ് എക്സ്റേ എടുക്കുന്നത് അല്ലെ. അപ്പൊ പ്രത്യേകമായിട്ട് നമ്മള് ബോൺസിന്റെ ഒക്കെയാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പൊ എക്സ്റേയില് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എക്സ്റേ എന്താണ്? പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. നമ്മൾ വേദന എടുക്കാണ്ടാണ് അവർ ചെയ്യുന്നത്, വേദനിപ്പിച്ചിട്ടുള്ള ചെയ്യാറ് അല്ലെ. പിന്നെ എന്താ പറയുന്നത്? ബോൺസിനാണ്, പ്രത്യേകമായിട്ട് ബോൺസിന്റെ ഒക്കെയാണ് നമ്മൾ എക്സ്റേ എടുക്കാറ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? എക്സ്റേയില് വല്ല ഡൗട്ട് ഉണ്ടോ എക്സ്റേ പറഞ്ഞതില്? ഇല്ല. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കാം, അൾട്രാസൗണ്ട്. High frequency sound waves make images of soft tissues and internal organs. Non-invasive procedure, safe to observe fetus. Transducer case. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ട്രാൻസ്ഡ്യൂസർ കേസ് എന്നാണ് സ്പെല്ലിംഗ് മിസ് പറഞ്ഞു തരാം. TRANSDUCER
CER ട്രാൻസ്ഡ്യൂസർ. TU കഴിഞ്ഞിട്ട് CER എന്ന് എഴുതി ചേർക്കണം കേട്ടോ അവിടെ. CER ട്രാൻസ്ഡ്യൂസർ. കേസ് CASE. ടൈപ്പ് ചെയ്യാത്തതേ റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കുമ്പോ അവർക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് ടൈപ്പ് ചെയ്യാത്തത് കേട്ടോ. പറഞ്ഞാ മതിയോ? സ്പെല്ലിങ് പറഞ്ഞു തന്നാ മതിയോ? ഓക്കെ, ഒന്നും കൂടിയും പറഞ്ഞു തരാം. TRANSDU. അത്രയും അവിടെ വരെയും കറക്റ്റ് ആണ് പ്രിന്റിംഗിൽ തന്നെ. DU കഴിഞ്ഞിട്ട് CER ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ഇനി കേസ് CASS വേണ്ട, ഒരു S മതി. CASE. ക്ലിയർ ആയോ? ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെൽ. എന്താ പറയുന്നത്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ അൾട്രാസൗണ്ടിലെ ഇമേജസുകൾ എടുക്കുന്നത്. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇമേജസുകൾ എടുക്കുന്നത് അല്ലെ. എന്തിന്റെയൊക്കെ ഇമേജസുകൾ എടുക്കുന്നത്? സോഫ്റ്റ് ടിഷ്യൂസ്, അതുപോലെ ഇന്റേണൽ ഓർഗൻസ്. എന്താണ് ഇന്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാല്? ആന്തരിക അവയവങ്ങൾ അല്ലെ, ബോഡിയുടെ ഉള്ളിലുള്ള അല്ലെ ആന്തരികമായിട്ടുള്ള ആന്തരിക അവയവങ്ങൾ. അപ്പൊ ആന്തരിക അവയവങ്ങളുടെയും സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇമേജുകളാണ് ഇവിടെ എടുക്കുന്നത്. ഇനി എന്താ പറയുന്നത്? നോൺ ഇൻവാസീവ് പ്രൊസീജിയർ. എന്താ പറയുന്നത്? മുറിവുകൾ അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടാണോ അവര് ചെയ്യാറ്? ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യാറ് എങ്ങനെയാണ്? ആർക്കാ ചെയ്യാറ്? അല്ല. ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ആർക്കാ ചെയ്യാറ്? അത് ചോദിക്കട്ടെ, അറിയോ അത്? പ്രഗ്നന്റ് അല്ലെ, പ്രഗ്നന്റ് ലേഡീസിനൊക്കെയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാറ് അല്ലെ. നമുക്ക് നോക്കാം. അപ്പൊ നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്, സേഫ് ആണ്. പിന്നെന്താ പറയുന്നത്? ടു ഒബ്സർവ് ഫാറ്റിസ് അല്ലെ, ഭ്രൂണം. കുട്ടിയുടെ നമുക്കറിയാൻ പറ്റുമോ അല്ലെ, കുട്ടി നെക്സ്റ്റ് ഇതിൽ നമുക്ക് പറയാം. അപ്പൊ ഭ്രൂണമാണ് ഫാറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീറ്റസ്. സോറി, ഫീറ്റസ്. ഇനി എന്താ? ട്രാൻസ്ഡ്യൂസർ കേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെൽ അല്ലെ. ഈ ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാല് അൾട്രാസൗണ്ട് ചെയ്യുന്ന ആ മെഷീനെയാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ്? പ്രഗ്നന്റ് ലേഡീസിനൊക്കെ എന്താണ് കുറെ 5 മാസം 3 മാസം അല്ലെങ്കിൽ 9 മാസം ഒക്കെ സ്കാനിങ് ഉണ്ട് അല്ലെ. അപ്പോ ഈ ട്രാൻസ്ഡ്യൂസർ കേസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്കാൻ ചെയ്യുന്നത്. അപ്പോ ഇവിടെ എന്താവും? നമ്മുടെ സ്കിന്നില് ജെല്ല് വരട്ടോ അല്ലെ. ആദ്യം ജെല്ല് വരട്ടിയിട്ട് ഈ ട്രാൻസ്ഡ്യൂസർ കേസ് വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോ ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എന്ത് കാണും? കുട്ടി കിടക്കുന്നത്, കുട്ടിയുടെ പൊസിഷൻ കാണാം. അതുപോലെ എന്താണ് കുട്ടിയുടെ വെയിറ്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഹാർട്ട് ബീറ്റ് എത്ര ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലെ. അതാണ് മൂവ്മെന്റുകൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ കാണാൻ പറ്റും. ഓക്കെ, ഹാർട്ട് ബീറ്റ് എല്ലാവർക്കും അറിയാം. അപ്പോ എന്താണ് അൾട്രാസൗണ്ട് ചെയ്യുന്നത് പ്രഗ്നന്റ് ആയ ലേഡീസിനാണ് അല്ലെ. പ്രഗ്നൻസി ടൈമിലാണ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇമേജുകൾ എടുക്കുന്നത്. എന്തിന്റെയൊക്കെ ഇമേജുകൾ എടുക്കുന്നത്? സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെ, അതുപോലെ ആന്തരിക അവയവങ്ങളുടെ ഇമേജുകൾ എടുക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? നോൺ ഇൻവാസീവ് പ്രൊസീജിയർ. വേദനിപ്പിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടല്ല അവര് ആ പ്രൊസീജിയർ ചെയ്യുന്നത്. പിന്നെന്താണ്? ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യുന്ന മെഷീനെയാണ് പറയുന്നത്. അൾട്രാസൗണ്ട് മെഷീനെയാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നില് ആ ജെല്ല് പെരട്ടിയിട്ട് ആ ട്രാൻസ്ഡ്യൂസർ കേസ് അല്ലെ ആ മെഷീൻ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടിയുടെ പൊസിഷനും മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ ആണോ? എക്സ്റേ ആൻഡ് അൾട്രാസൗണ്ട് മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്? CT scan. A CT scan known in the name of a computed tomography scan. Important ആണ്.
CT സ്കാന്റെ ഫുൾ ഫോം ആണ് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. Make of computer processed blend of many X-ray measurements. Tarifrend എന്ന് പറഞ്ഞിട്ടില്ലേ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ആ ടാരിഫ്രണ്ട് വെട്ടിയിട്ട് taken from എന്നാക്കണം. taken from ടാരിഫ്രണ്ട് വെട്ട എന്നിട്ട് taken from എന്നാക്കുക കേട്ടോ. X-ray measurements taken from different angles to generate cross-sectional images of specific areas of the object, allowing the user to see inside the object without cutting. അപ്പോ CT സ്കാൻ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നാണ് പറയുന്നത്. അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കും, എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. CT സ്കാന്റെ എക്സ്പാൻഡ് ഫോം കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. പിന്നെ എന്താ പറയുന്നത്, അവിടെ CT സ്കാനിൽ കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കാം? കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റ ആയിരിക്കാം. ഓക്കെ, കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റ ആയിരിക്കും CT സ്കാനിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഈ CT സ്കാൻ എന്ന് പറയുന്നത് സെയിം ടു എക്സ്റേ ആണ് പറയുന്നത് അല്ലെ, സെയിം ടു എക്സ്റേ ആണ്. അപ്പൊ പണ്ട് കാലത്ത് എക്സ്റേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കൈക്കോ കാലിനോ ഒടിവോ ചതവൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ എക്സ്റേ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, CT സ്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എക്സ്റേയുടെ ഇതിലാണ് ബേസിലാണ് നമ്മള് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത്. പിന്നീടാണ് ടെക്നോളജി അഡ്വാൻസ് ലെവൽ ആയപ്പോഴാണ് CT സ്കാൻ വന്നു തുടങ്ങിയത്. അപ്പോ എക്സ്റേയുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്, വൺ ആംഗിളിൽ നിന്ന് മാത്രം നമുക്ക് ഇമേജ് ലഭിച്ചിരുന്നുള്ളൂ, ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ ഇമേജ് ലഭിച്ചിരുന്നുള്ളൂ. CT സ്കാൻ ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ലെവലായി, അപ്പോ CT സ്കാൻ വന്നു. ഈ CT സ്കാനില് ഇമേജ് ലഭിക്കുന്നത് എങ്ങനെയായിരിക്കാം? 360 ഡിഗ്രി റൊട്ടേഷനിലാണ് ഈ CT സ്കാന്റെ ഇമേജുകൾ എടുക്കുന്നത്. 360 ഡിഗ്രി റൊട്ടേഷനിലായിട്ടാണ് ഇമേജുകൾ എടുക്കുന്നത്. അതുവഴി എന്താണ്, CT സ്കാന്റെ റിസൾട്ടിൽ നമുക്ക് കുറെ അധികം ഇമേജുകൾ കാണാൻ പറ്റും അല്ലെ. CT സ്കാൻ ഒക്കെ എടുത്തവർക്ക് അറിയാൻ പറ്റും, കുറെ ഇമേജുകൾ കാണാൻ പറ്റും. എക്സ്റേ എന്താണ്, നമുക്ക് ഒരു ഇമേജ് മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പോ CT സ്കാൻ എടുക്കുന്നതിലൂടെ കുറെ അധികം ഇമേജുകൾ ലഭിക്കുകയും അതിന് എന്താണ്, രോഗത്തെ അഡ്വാൻസ് ലെവൽ അല്ലെ അതിന്റെ ആഴത്തിലോട്ട് ഇറങ്ങി നമുക്ക് രോഗം നിർണയിച്ച് ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തുവഴി? CT സ്കാൻ വഴി. കാരണം എന്താണ്, 360 ഡിഗ്രി റൊട്ടേഷനിലാണ് അതിന്റെ ഇമേജുകൾ എടുക്കുന്നത്. ക്ലിയർ ആയോ? എക്സ്റേയുടെയും CT സ്കാനിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞത് ഓക്കെ ആണോ? അപ്പോ CT സ്കാനില് എന്താണ്, ക്രോസ് സെക്ഷണൽ ഇമേജ് എന്ന് പറഞ്ഞില്ലേ, അതാണ് 360 ഡിഗ്രി റൊട്ടേഷനിൽ ഇമേജുകൾ കിട്ടുന്നു എന്നുള്ളതിന്റെ ആ ഒരു ഇതാണ് ക്രോസ് സെക്ഷണൽ ഇമേജുകൾ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി CT സ്കാനും എക്സ്റേയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഒരു ഡിഫറൻസ് പറഞ്ഞു അല്ലെ, എന്താണ്, ഇമേജുകൾ വൺ ആംഗിളിൽ എടുക്കാൻ പറ്റുള്ളൂ എക്സ്റേയില്. എന്താണ്, 360 ഡിഗ്രി റൊട്ടേഷനിൽ നമുക്ക് ഇമേജുകൾ കിട്ടുന്നു, അതാണ് ക്രോസ് സെക്ഷണൽ ഇമേജ്. ഏതില്? CT സ്കാനില്. പിന്നെന്താണ്, എക്സ്റേയില് കോസ്റ്റ് കുറവായിരിക്കാം. എക്സ്റേ എടുക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് എന്താണ്, കുറവാണ്. അതുപോലെ CT സ്കാൻ എന്താണ്, കോസ്റ്റ് കൂടുതലാണ്. എക്സ്റേനെക്കാട്ടിലും കൂടുതലാണ് അതിന് വരുന്ന കോസ്റ്റ്. ക്ലിയർ ആയോ? ഈ രണ്ട് ഡിഫറൻസ് ആണ് CT സ്കാനും എക്സ്റേയും തമ്മിലുള്ളത് കേട്ടോ. ഓക്കെ ആണോ? CT സ്കാൻ ഓക്കെ, മനസ്സിലായ എല്ലാവർക്കും? ക്ലിയർ ആയി? ഓക്കെ. ഇനി എന്താണ് MRI? MRIയുടെ ഫുൾ ഫോം എന്താണ്? MRIയുടെ ഫുൾ ഫോം മാഗ്നറ്റിക് റെസോണൻസ് ഇമേജ്. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാട്ടോ. പറഞ്ഞ കമന്റ് ചെയ്തിട്ടുണ്ട്, അറിയാത്തവര് സ്പെല്ലിംഗ് ഒന്നും അറിയാത്തവര് നോക്കി എഴുതണം കേട്ടോ. MRI എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് റെസോണൻസ് ഇമേജ്. ഫുൾ ഫോം ആണ്, എക്സ്പാൻഡ് ഫോം ചോദിക്കാം. Strong magnetic field and radio waves are used to view structure and create three-dimensional image. Shows blood clot damage, torn ligaments and tendons,
അതർ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റി. അവിടെ എഴുതാ നോൺ ഇൻവാസീവ്. ഇൻവാസീവ് എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ നോൺ എന്നാക്കണം കേട്ടോ. NON. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കറക്ഷൻ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് അബ്നോർമാലിറ്റി ഇൻവാസീവ് എന്ന് കൊടുത്തിട്ടില്ലേ, ആ ഇൻവാസീവിന്റെ തൊട്ട് മുമ്പിലായിട്ട് നോൺ എന്നാക്കണം. NON. ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? കറക്ഷൻ ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ എന്താണ് MRI എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് ആണ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം. പിന്നെ എന്താ പറയുന്നത്, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തും റേഡിയോ വേവ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഇമേജ് എടുക്കുന്നത്. അവിടെ ഇമേജിന്റെ പ്രത്യേകത എന്താണ്? 3 ഡയമെൻഷണൽ ഇമേജ് ആണ് MRIയില് ലഭിക്കുന്നത്. 3 ഡയമെൻഷണൽ ഇമേജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പ്രത്യേകതകളൊക്കെ ചോദിക്കാം എക്സാമിന്. 3 ഡയമെൻഷണൽ ഇമേജ് ആണ് MRIയില് കിട്ടുന്നത്. പിന്നെന്താ പറയുന്നത്, ഷോസ് ബ്ലഡ് ക്ലോട്ട് അല്ലെ, ബ്ലഡ് ക്ലോട്ട് ആവുന്നത്, രക്തം കട്ട പിടിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ എന്താണ് ടോൺ ലിഗ്മെന്റ്സ്. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാല് 2 ബോണുകളെ തമ്മിൽ, എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അതാണ് ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. കിട്ടിയോ? 2 ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇനി ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസിലും ബോണും തമ്മില് ബന്ധിപ്പിക്കുന്നത്. ഒരു മസിലും ഒരു ബോണും തമ്മില് ബന്ധിപ്പിക്കുന്നതിനെയാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ടെൻഡൻസ് എന്ന് പറയുന്നത് മസിൽസും ബോണുകളും തമ്മില് ബന്ധിപ്പിക്കുന്നതിന്. അത് സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റി അല്ലെ. അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വാഭാവികത്വം അല്ലെ, അല്ലെങ്കിൽ വിചിത്ര പ്രതിഭാസം എന്നൊക്കെ പറയാം. അപ്പോ ഇപ്പോ നമ്മൾ എന്താണ് MRI എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അതുപോലെ എന്താണ് തലച്ചോറിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. വയറിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാം. സ്പൈനൽ കോഡിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. നട്ടലിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് MRI എടുക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, നോൺ ഇൻവാസീവ് ആണ് അല്ലെ. മുറിവുകൾ ഉണ്ടാക്കിയിട്ടല്ല, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടാണോ ഇത് ചെയ്യാറ്? അല്ല, അതാണ് നോൺ ഇൻവാസീവ്. അപ്പോ ഈ 4 കാര്യങ്ങളും എന്താണ്? നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. ഓക്കെ. MRI എന്ന് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞു തരാം മിസ്. MRI എന്ന് പറയുന്നത് അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. അവിടെ എങ്ങനെയാണ്? 3 ഡയമെൻഷണൽ ഇമേജുകളാണ് കിട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നതിന്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട്, ക്ലോട്ട് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ. പിന്നെ എന്താണ് ഇപ്പോ 2 എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അല്ലെ, അതാണ് ലിഗ്മെന്റ്സ്. അത് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെന്താണ് ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽസും ബോണും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തെങ്കിലും ഡാമേജുകളുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ. പിന്നെ എന്താണ് അബ്നോർമാലിറ്റി, വിചിത്ര പ്രതിഭാസം അല്ലെ. പറഞ്ഞില്ലേ മിസ്, ക്യാൻസർ എന്താണ് ക്യാൻസർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. പിന്നെ എന്താണ് തലച്ചോറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. കഴുത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ, കണ്ടുപിടിക്കാനായിട്ട്. നട്ടലിന് അതുപോലെ തന്നെ സ്പൈനൽ കോഡിനൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് MRI എടുക്കുന്നതിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? അപ്പോ എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI ഇത്രയുമാണ് എന്ത് ഇമേജിംഗ് ടെക്നോളജീസിൽ വരുന്നത്. ക്ലിയർ ആയില്ലേ? ഒന്ന് വായിച്ചു നോക്കട്ടോ. അൾട്രാസൗണ്ട് പറയണോ? അൾട്രാസൗണ്ട് എന്താണ്? പ്രഗ്നന്റ് ലേഡീസിനാണ് ചെയ്യുന്നത് അല്ലെ. അവരുടെ സ്കാനിങ് ഉണ്ടല്ലോ, 3 മന്ത് സ്കാനിങ്, 5 മന്ത് സ്കാനിങ്, അങ്ങനെയുള്ള സ്കാനിങ്ങിനാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്. പിന്നെന്താണ് സോഫ്റ്റ് ടിഷ്യൂസ്, അതുപോലെ ഇന്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്തരിക അവയവങ്ങള്.
അതിന്റെയൊക്കെ ഇമേജ് എടുക്കുന്നതാണ് അൾട്രാസൗണ്ടിലൂടെ ചെയ്യുന്നത്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. വേദനിപ്പിച്ചുകൊണ്ടാണോ നമ്മൾ ചെയ്യാറ്? അല്ല. അപ്പോ അതാണ് പറയുന്നത് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ. പിന്നെന്താണ് ഈ ഭ്രൂണത്തിന്റെ അല്ല ഞാൻ പറഞ്ഞു അല്ലെ പ്രഗ്നന്റ് ലേഡീസിനൊക്കെയാണ് ചെയ്യാറ്. അപ്പൊ ഭ്രൂണത്തിന്റെ ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, അൾട്രാസൗണ്ട് ചെയ്യുന്നത്. എന്താണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് ചെയ്യുന്ന മെഷീനെയാണ് പറയുന്നത് ട്രാൻസ്ഡ്യൂസർ കേസ്. അതെങ്ങനെയാ ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നില് ആ ജെല്ല് തേച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഡ്യൂസർ കേസ് ആ മെഷീൻ വെച്ചിട്ട് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുന്നതിലൂടെ അവിടെ ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മൂവ്മെന്റ് എങ്ങനെയാണ്, പൊസിഷൻ എങ്ങനെയാണ്, കിടക്കുന്ന പൊസിഷൻ എങ്ങനെയാണ്, അതുപോലെ എന്താണ് ഹാർട്ട് ബീറ്റ്, പിന്നെ ബീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? അൾട്രാസൗണ്ട് മനസ്സിലായോ? അപ്പോ എക്സ്റേയും അൾട്രാസൗണ്ടും CT സ്കാനും MRI മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ഡിഫറെന്റ് ഏരിയാസ്. ഏതൊക്കെയാണ് നോക്കാം? റേഡിയോളജിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഏതൊക്കെ ഏരിയയിലൂടെയാണ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഫസ്റ്റ് വൺ എന്താണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. റേഡിയോളജിസ്റ്റ് ആരാണ്? റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ? റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് ആരാണുള്ളത്? ആരാണ് റേഡിയോളജിസ്റ്റ്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഡോക്ടേഴ്സ്. പിന്നെ നമുക്ക് പറയാം. കറക്റ്റ് ആണ് കേട്ടോ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് ആ റേഡിയോളജി എടുക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടെക്നീഷ്യൻസ് എന്ന് പറയാം നമുക്ക്. അപ്പൊ അവിടെയുള്ള ആ സ്പെഷ്യലൈസ്ഡ് ടെക്നീഷ്യൻസിനെയാണ് അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് അവരെയാണ് നമ്മുടെ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. എംപ്ലോയി ഇമേജിംഗ് ടെക്നിക്സ് ലൈക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, CT scan and MRI scans to identify disorders throughout the body. എന്താ പറയുന്നത്? ഈ റേഡിയോളജിസ്റ്റുകള് ഇമേജിംഗ് ടെക്നോളജീസ് എടുക്കും അല്ലെ? എന്താണ് അവിടെ ഈ ഇമേജുകൾ എടുക്കുന്ന ടെക്നീഷ്യൻസിനെയാണ് നമ്മുടെ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റേ എടുക്കുന്നുണ്ട്, അൾട്രാസൗണ്ട് എടുക്കുന്നുണ്ട്, CT സ്കാൻ ചെയ്യുന്നുണ്ട്, MRI സ്കാൻ ചെയ്യുന്നുണ്ട്. ഇവ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡി മൊത്തത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ അല്ലെ? എന്താണ് ഡിസോർഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബോഡി മൊത്തത്തില് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം. ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗം. അപ്പൊ ബോഡി മൊത്തത്തിലുള്ള രോഗത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം നിർണ്ണയിക്കുന്നത് അല്ലെ? അപ്പോ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ പറയുന്നത് റേഡിയോളജിസ്റ്റുകള് എക്സ്റേ സ്കാനിങ് അല്ലെ പല പല രീതിയിലുള്ള അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ ഒക്കെ ചെയ്യുന്നതിലൂടെ ബോഡി മൊത്തത്തിലെ ഡിസോർഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. അപ്പോൾ നിങ്ങൾ അത്ര മാത്രം ഓർത്താൽ മതി. ഐഡന്റിഫൈഡ് ഡിസോർഡേഴ്സ് ഇത് മാത്രം നോക്കാം. ഇനി നെക്സ്റ്റിലോട്ട് വരുമ്പോഴത്തേനും പിന്നെയും കൺഫ്യൂഷൻ ആവരുത്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞാല് എക്സ്റേ, അൾട്രാസൗണ്ട് അങ്ങനെയുള്ള സ്കാനുകൾ എടുക്കുന്നതിലൂടെ ബോഡി മൊത്തത്തിലുള്ള ഡിസോർഡേഴ്സ് രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താ പറയുന്നത്? നെക്സ്റ്റ് നോക്കാം. ഇന്റർവെൻഷണൽ റേഡിയോളജി. Radiology that focus on the using minimally invasive interventional techniques, non-surgical treatments to diagnose and treat patient. എന്താ പറയുന്നത്? ഇന്റർവെൻഷണൽ റേഡിയോളജിയില് എങ്ങനെയാണ് രോഗം ഡയഗ്നോസിസ് ചെയ്യുന്നതും പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും
യൂസിങ് മിനിമലി ഇൻവാസീവ്. അടിയിൽ വരയ്ക്കട്ടാ. യൂസിങ് മിനിമലി ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് രോഗത്തെ നിർണയിക്കുന്നതും അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും. ഇനി എന്താ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന്. അപ്പൊ വലിയ രീതിയിലുള്ള സർജറി ഒന്നുമല്ല, ചെറിയ രീതിയിൽ മുറിവുകൾ ഇട്ടിട്ടാണ് അവിടെ രോഗത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതും അതുപോലെ അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും. ക്ലിയർ ആയോ? ഡയഗ്നോസ്റ്റിക്കിൽ പറഞ്ഞാൽ എന്താണ്? ബോഡിയിലെ മൊത്തത്തിലുള്ള രോഗത്തെ ഐഡന്റിഫൈ ദ ഡിസോർഡേഴ്സ്. ക്ലിയർ ആയല്ലേ? ഇനി പറഞ്ഞു തരാം കേട്ടോ, മാറിപ്പോകരുത്. അതുകൊണ്ടാണ് മിസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടോ. ഇനി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമലി ഇൻവാസീവ്. അത് മാത്രം ഒന്ന് അടിയിൽ വരയ്ക്കട്ടോ, പെട്ടെന്ന് കണക്ട് ആവുന്നത്. മിനിമലി ഇൻവാസീവ് എന്ന് പറഞ്ഞാല് ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് രോഗത്തെ നിർണയിക്കുന്നതും ബെറ്റർ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ പറയുന്നത് ചെറിയ രീതിയിൽ മിനിമലി ഇൻവാസീവ് അല്ലെ, മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ ആണ് നടക്കുന്നത്. ചെറിയ രീതിയിൽ മുറിവുകൾ ഇട്ടിട്ട് അതിലൂടെയാണ് രോഗത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതും ബെറ്റർ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് കൊടുക്കുന്നതും. ഇനി നോക്കിയാ അടിയിലോട്ട് നോക്കിയൊന്ന്. ദീസ് ഇൻക്ലൂഡ്സ്. അപ്പോ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഇൻക്ലൂഡ്സ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് ഓഫ് ബ്ലഡ് വെസൽസ്, ആൻജിയോഗ്രഫി, അതുപോലെ ബയോപ്സി പ്രൊസീജിയർ ഉണ്ട്, കാർഡിയാക് കത്തീഡ്രൈസേഷൻ ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ഉണ്ട് അല്ലെ. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഈ 4 ഏതൊക്കെയാണ്? ആൻജിയോഗ്രഫി. ആൻജിയോഗ്രഫി അറിയാലോ? ആൻജിയോഗ്രഫി എങ്ങനെയാ ചെയ്യുന്നത്? വീട്ടിലാർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ ആൻജിയോഗ്രഫി? ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ ചെയ്തിട്ടുള്ളത്? ഷഹാന അറിയോ? ചെയ്തിട്ടുള്ള പ്രൊസീജിയർ അറിയോ എങ്ങനെയാണ്? വെയിനിലൂടെയാണ് അല്ലെ. അപ്പൊ എന്താണ്? കത്തീറ്റർ കേട്ടിട്ടുണ്ടോ? കത്തീറ്റർ അറിയോ? കത്തീറ്റർ എന്താണെന്ന്? കത്തീറ്റർ എന്താണ്? ചെറിയൊരു പ്ലാസ്റ്റിക് ട്യൂബാണ്. കൈകളിലൂടെയാണ്. ഇപ്പൊ ആൻജിയോഗ്രഫി ഒക്കെ എങ്ങനെയാണ്? ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെ. ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തക്കുഴലുകൾ. അപ്പോ നമ്മുടെ കൈകളില് ചെറിയ മിനിമലി ഇൻവാസീവ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചെറിയ രീതിയിൽ മുറിവുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കത്തീറ്റർ എന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക് ട്യൂബാണ്. ഈ കത്തീറ്റർ കടത്തിവിടുന്നു. കൈകളിലൂടെ ചെറിയ രീതിയിൽ മുറിവുണ്ടാക്കിയിട്ട് കത്തീറ്റർ കടത്തിവിടുന്നു. ബോഡി മൊത്തത്തില് ബ്ലഡ് വെസൽസിലൂടെയാണ് ഇത് കടത്തിവിടുന്നത്. എന്നിട്ട് ഹാർട്ട് വരെ എത്തുമ്പോൾ ഹാർട്ടിന്റെ രക്തധമനികൾ അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ, അത് അടഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്തിട്ട് അല്ലെ, അതിന്റെ ഇമേജ് എടുത്ത് ട്രീറ്റ്മെന്റ് നടത്തുന്നതാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് കൈകളില് ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് കത്തീറ്റർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ട്യൂബ് ആണ്. ഈ പ്ലാസ്റ്റിക് ട്യൂബ് കടത്തിവിട്ട് ബ്ലഡ് വെസൽസിലൂടെയാണ് കടത്തിവിടുന്നത്. ബോഡി മൊത്തം പോകും. ഈ ബോഡി മൊത്തം പോയിട്ട് ഹാർട്ടിന്റെ അവിടെ വരെ എത്തും. അപ്പോ എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും ഞരമ്പുകൾക്ക് എന്തെങ്കിലും ഫാക്ടുകൾ വന്നിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്നുണ്ടോ എന്തെങ്കിലും നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യും അല്ലെ. ഇമേജുകൾ എടുത്തിട്ട് അതിന്റെ ഇമേജുകൾ കത്തീറ്റർ കടത്തിവിടുമ്പോ അതിന്റെ ഫാക്ടുകൾ അല്ലെങ്കിൽ അടഞ്ഞിരിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇമേജ് ചിത്രങ്ങൾ എടുത്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ആൻജിയോഗ്രഫി. ക്ലിയർ ആയോ? ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ, ചിത്ര എടുക്കുന്നുള്ളോട്ട് എന്നാ ഇനി ബുധനാഴ്ച കണ്ടിന്യൂഷൻ തുടങ്ങാം കേട്ടോ. കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ശ്രദ്ധിക്കാട്ടോ. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ എങ്ങനെയാണ്? ഡയഗ്നോസ്റ്റിക്കില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റേ, CT സ്കാൻ എന്ത് ചെയ്യുന്നുണ്ട്?
ഐഡന്റിഫൈ ദ ഡിസോർഡേഴ്സ് അല്ലെ, ബോഡി മൊത്തത്തിലുള്ള ഡിസോർഡേഴ്സ് രോഗത്തെ ഐഡന്റിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ ഡിസോർഡേഴ്സില് അടിയിലൊന്ന് വരച്ചിടാം. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഇന്റർനാഷണൽ റേഡിയോളജിയിൽ എങ്ങനെയാണ് മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ, ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് രോഗത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ രോഗത്തെ എന്താണ് ഇമേജുകൾ എടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പോർഷൻ ആണ് മിസ് പറഞ്ഞത് ആൻജിയോഗ്രഫി. ആൻജിയോഗ്രഫിയിൽ എങ്ങനെയാണ് കൈകളിലെ മുറിവുകൾ ചെറുതായിട്ട് അല്ലെ, മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു അല്ലെ, ചെറുതായിട്ട് മുറിവുകൾ ഇട്ടിട്ട് കത്തീറ്റർ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് ട്യൂബ് കടത്തി വിട്ടിട്ടാണ് രോഗത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇമേജ് എടുത്തിട്ടാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ആൻജിയോഗ്രഫി മനസ്സിലായോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എടുത്ത പോർഷനില്? ഇല്ല, ഓക്കെ ആണ് എല്ലാവർക്കും. ഇത്രയും വരുമ്പോ നാളെ വരുമ്പോ പഠിച്ചുകൊണ്ട് വരണം കേട്ടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. ഓക്കെ, അന്ന് എടുക്കുന്ന പോർഷൻ തന്നെ പഠിക്കണം. ഓക്കെ, താങ്ക് യു.